17 2 മണിക്കൂർ പിന്നിടുകയാണ് വിലാപയാത്ര ആരംഭിച്ചിട്ട്. പക്ഷേ വലിയ ജനാവലി അല്ലെങ്കിൽ അവസാനമായി VS-നെ ഒന്ന് കാണാൻ വേണ്ടി റോഡിന് ഇരുവശവും ആളുകൾ തിങ്ങി നിറയുന്നത് കൊണ്ട് വളരെ പതുക്കെ മാത്രമാണ് വിലാപയാത്രയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. CK അഭിലാൽ കൂടിയുണ്ട്. ഇപ്പോൾ പട്ടത്താണ് വിലാപയാത്ര എത്തി നിൽക്കുന്നത്. അഭിലാൽ എവിടെയാണ് ഇപ്പോൾ അഭിലാൽ ഉള്ളത്? ഈ വഴിനീളെ ആളുകളുടെ ഒരു സാമീപ്യമുണ്ട്. എങ്ങനെയൊക്കെയാണ് ഹൈവേയിലേക്ക് എത്തുന്നത് വരെ കുറച്ച് ഈ ഒരു സാവധാനത്തിൽ മാത്രമേ പോകാൻ കഴിയുമല്ലോ? ദിവിഷ്, ഉച്ചയ്ക്ക് 2:22 സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്നും പുറപ്പെട്ട വിലാപയാത്ര ഏറെക്കുറെ 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് താണ്ടിയിട്ടുള്ളത്. സാധാരണ നിലയിൽ നമ്മൾ അതിനപ്പുറത്തേക്ക് വേഗത്തിൽ കടന്നു പോകാൻ സാധിക്കുന്നില്ല. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും ഈ വാഹനത്തോടൊപ്പം നടന്നവർ അങ്ങനെ ഈ വാഹനത്തോടൊപ്പം സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വഴിയുടെ 2 വശങ്ങളിലും ആളുകൾ VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തു നിൽക്കുന്ന മേഖലകളിൽ ഏതാനും സെക്കൻഡ് വാഹനം ഒന്ന് നിർത്തും, ഒരു നോക്ക് കാണാനുള്ള സാവകാശം ഉണ്ട്. അങ്ങനെ ഏറെ നേരമായി കാത്തു നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു നിമിഷം VS-നെ കാണാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെയും ഒരുപാട് ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പട്ടം കേന്ദ്രീയ വിദ്യാലയം കഴിഞ്ഞുള്ള മേഖലയാണ്. അവിടെ വലിയ തോതിൽ ആളുകൾ കഴിഞ്ഞ 1 മണിക്കൂർ സമയമായി VS-ന്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്കായി ഉള്ള കാത്തുനിൽപ്പിലായിരുന്നു. അവർക്കൊക്കെ തന്നെ അല്പസമയം VS-നെ കാണാനുള്ള സാവകാശം അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സത്യത്തിൽ ഏറെ നാളായി VS എന്നുള്ളത് കഴിഞ്ഞ 5 വർഷക്കാലമായി പൊതുമണ്ഡലത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് പൊതുമണ്ഡലത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കേണ്ടി വന്നിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ, അതായത് 5-5.5 വർഷക്കാലയളവിനോളം VS മറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് ശാരീരിക അവശതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. അപ്പോഴും VS-ന്റെ ഒരു പുതിയ ദൃശ്യം കാണാൻ കഴിയാതിരുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ VS-നെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം സ്വാഭാവികമായി ഉണ്ടാകും. ആ മുഖം ഒന്നുകൂടി കണ്ട് അന്തിമോപചാരം അർപ്പിക്കണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ആഗ്രഹം. അങ്ങനെയുള്ള ആളുകൾക്കരികിലേക്ക് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയായി കടന്നു പോവുകയാണ്. വലിയൊരു പുരുഷാരം വാഹനത്തോടൊപ്പം നടന്ന് സഞ്ചരിക്കുകയാണ്. ഒരു നാടിൻ്റെ ഒരു വലിയ വിലാപം, ഒരു വലിയ നഷ്ടം, അത് അങ്ങനെ പരമാവധി ആളുകൾക്ക് ആ നഷ്ടം ഉണ്ട് എന്നുള്ള ആ ബോധ്യത്തിനിടയിലും അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരമായി കൂടി ഇത് മാറ്റപ്പെടുകയാണ്. രാഷ്ട്രീയ രംഗത്ത് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 20 വർഷക്കാലയളവിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ EK നായനാർ, ഉമ്മൻചാണ്ടി, KM മാണി അങ്ങനെയുള്ള ആളുകളുടെ വിലാപയാത്ര എങ്ങനെയാണോ കേരളത്തിൻ്റെ പൊതുസമൂഹം സ്വീകരിച്ചത്, അതിന് സമാനമായ തരത്തിലേക്ക് VS അച്യുതാനന്ദൻ എന്നുള്ള രാഷ്ട്രീയ നേതാവ്, പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിന്ന ആൾ, അങ്ങനെ ഒരാൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു വിഷമം, ആ ദുഃഖം, അതിനൊക്കെ തന്നെ പ്രതിഫലനം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ കാത്തുനിന്ന ആ പുരുഷാരം അത് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ഓരോരുത്തർക്കും ഒരു നോക്ക് കാണുക എന്നുള്ള ആഗ്രഹമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ അനന്തപുരി അതിന് സാക്ഷ്യം വഹിച്ചു. അതായത് 100 കണക്കിന് ആളുകൾ ഓരോ നിമിഷവും VS അച്യുതാനന്ദൻ എന്നുള്ള ആ ആളിനെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ആഗ്രഹിച്ചിരുന്നത്. അവർക്കൊക്കെ അതിന് പരമാവധി ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ മേഖലയും കടന്നുകൊണ്ട് ഈ വിലാപയാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പട്ടം പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് വാഹനം അടുക്കുന്നത് മാത്രമേ ഉള്ളൂ. 2:20-നാണ് ഏറെക്കുറെ 2 മണിക്കൂർ പിന്നിടുകയാണ്. 3 കിലോമീറ്ററിനടുത്ത ദൂരം മാത്രമേ താണ്ടാനായിട്ടുള്ളൂ. ഏറെക്കുറെ 145 കിലോമീറ്ററോളം ദൂരം ഇനി പുന്നപ്പറയിലേക്കുണ്ട്. ഇത് ഈ പിന്നിട്ട വഴികളുടെ സമയം കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ നാളെ നേരം പുലരുന്ന സമയത്തോടടുത്ത് മാത്രമേ ഈ വിലാപയാത്രയ്ക്ക് VS-ന്റെ സ്വന്തം സ്ഥലത്തേക്ക്, സ്വന്തം മണ്ണിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ കാലയളവിലും രാഷ്ട്രീയ നേതാക്കളുടെ വിയോഗം തീർത്ത വലിയ ദുഃഖത്തിൻ്റെ ആഘാതത്തിൽ ആളുകൾ വഴിയോരങ്ങളിലേക്ക് ഒഴുകിയെത്തിയതിനെ തുടർന്ന് പ്രതീക്ഷത്തിലുമൊക്കെ തന്നെ ഏറെ വൈകിയാണ് വിലാപയാത്രയ്ക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞത്. അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല VS-ന്റെ അനന്തപുരിയിൽ നിന്നും ജന്മനാട്ടിലേക്കുള്ള യാത്രയും.